എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്. അപ്പോൾ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലിക്വിഡിലേക്ക് നമ്മളൊരു ഗ്യാസ് ഒരു പെർ ലിറ്ററിൽ എത്രത്തോളം ഡിസോൾവ് ആവുന്നുണ്ട് ആ ഒരു അളവിനാണ് നമ്മൾ പറയുക സോളിബിലിറ്റി. ആ പേരിൽ തന്നെ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് വേപ്പേഴ്സ് ഉണ്ട് അല്ലേ, നമ്മൾ ഇതാണ് ഗ്യാസ് പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ ഒരു ഇക്വിലിബ്രിയം ഫോം ആവുന്നുണ്ട്. ഓക്കെ, ആ ഇക്വിലിബ്രിയം ആര് തമ്മിലാണ് ഫോം ആവുന്നത്? അതെന്ന് വെച്ചാൽ ഡിസോൾവ് ആയിട്ടുള്ള ലിക്വിഡിൽ ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസസും അതേപോലെ തന്നെ ഡിസോൾവ് ചെയ്യാത്ത ഗ്യാസസും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയമാണ് ഇവിടെ ഫോം ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇക്വിലിബ്രിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അധികം കൂടുതൽ ഗ്യാസസ് ഡിസോൾവ് ആവണമെങ്കിൽ ഇതൊരു ഇക്വിലിബ്രിയം ഫോം ആയിട്ടുണ്ട്. ഇക്വിലിബ്രിയം റൈറ്റ് സൈഡിലോട്ടേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് മൂവ് ചെയ്യാം അല്ലേ. ഇക്വിലിബ്രിയം നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം, അതിനനുസരിച്ചുള്ള ഫാക്ടേഴ്സ് കൊടുക്കണം. ദാറ്റ് മീൻസ് ഒരു ഗ്യാസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഗ്യാസ് നല്ല രീതിയിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ എന്താണ് ഡിസോൾവ്ഡ് ഗ്യാസസ് എന്നുള്ള അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സും കാര്യങ്ങളും ചെയ്യണം. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സോൾബിലിറ്റി ഓഫ് ഗ്യാസ്. ഒന്നാമത്തെ കാര്യം ടെമ്പറേച്ചറാണ്. ഓക്കെ, ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സോൾബിലിറ്റി കുറയോ അല്ലെങ്കിൽ കൂടുമോ ഒന്ന് ചിന്തിച്ച് നോക്ക്. ചിന്തിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല, ഭയങ്കര നമ്മൾ ലോജിക്കലായിട്ടൊന്നുമല്ല. സോ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സോൾബിലിറ്റി കുറയുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ആയിരിക്കും ടെമ്പറേച്ചർ കൂട്ടിയാൽ സോൾബിലിറ്റി കൂടേണ്ടതല്ലേ. നമ്മളിപ്പം ഒരു ചായയിൽ നമ്മൾ ഷുഗറൊക്കെ ഇട്ട് അപ്പം കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ ആ ഷുഗർ ചായയൊക്കെ എന്തിലായിക്കോട്ടെ നല്ല രീതിയിൽ ലയിക്കും. സോ ടെമ്പറേച്ചർ കൂട്ടി സോൾബിലിറ്റി കൂടേണ്ടതല്ലേ. അത് എന്ന് പറഞ്ഞാൽ സോളിഡ്സിൻ്റെ കേസിലാണ് ടെമ്പറേച്ചർ കൂട്ടിയ സോളിബിലിറ്റി കൂട്ടുന്നത്. പക്ഷേ ഇത് ഗ്യാസസ് ആണ്, ഗ്യാസസിൻ്റെ സോളിബിലിറ്റിയാണ് പറയുന്നത് ലിക്വിഡിൽ. അപ്പോൾ അങ്ങനെ സമയത്ത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോളിബിലിറ്റി കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ഗ്യാസ് പാർട്ടികൾ ലിക്വിഡിലേക്ക് ലയിപ്പിക്കുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു കണ്ടൻസേഷൻ, ഒരു ടൈപ്പ് ഓഫ് കണ്ടൻസേഷൻ അല്ലേ. ലിക്വിഡ് അല്ല വേപ്പർ ഫേസിലുള്ള സാധനങ്ങൾ നമ്മൾ ഗ്യാസസ് ഫേസിൽ വേപ്പർ ഫേസിലെ കാര്യങ്ങൾ നമ്മൾ ലിക്വിഡ് ഫേസിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് കണ്ടൻസേഷൻ ആണ് സ്വാഭാവികമായിട്ടും. അപ്പം നമുക്ക് പറയാൻ പറ്റും അതൊരു ടൈപ്പ് ഓഫ് കണ്ടൻസേഷൻ ആണ്. ആൻഡ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഫൈ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഗ്യാസ് പാർട്ടിക്കിൾസിനെ ലിക്വിഫൈ ചെയ്യുന്നത്. സോ ലിക്വിഫൈ ചെയ്യുന്ന പരിപാടി ആക്ച്വലി എന്താണ്? തെർമോഡൈനാമിക്കലി അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അങ്ങനെ എക്സോതെർമിക് റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇവിടെ ആര് തമ്മിലാണ് ഇക്വിലിബ്രിയം നിൽക്കുന്നത്? അൺഡിസോൾവ്ഡ് ഗ്യാസസും ഡിസോൾവ്ഡ് ഗ്യാസും തമ്മിൽ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും. ദാറ്റ് മീൻസ് അൺഡിസോൾവ്ഡ് ഗ്യാസസ് ആണ് കൂടുതൽ ഉണ്ടാവുക. സോ ടെമ്പറേച്ചർ കൂട്ടിക്കാൻ അൺഡിസോൾവ്ഡ് ഗ്യാസസ് ആണ് കൂടുതൽ ഉണ്ടാവുക. ദാറ്റ് മീൻസ് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അകലെയാണ് ചെയ്യുന്നത്. കൂടുതൽ സോളിബിലിറ്റി ആയിട്ടല്ല, കൂടുതൽ ഗ്യാസിനെ സോളിബിൾ ചെയ്യാൻ പറ്റുന്നില്ല ടെമ്പറേച്ചർ കൂടിയാൽ. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോളിബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും ഫോർ ഓൺലി ഗ്യാസസ് ആട്ടോ. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, സോളിബിലിറ്റി കുറയുന്നു. ഓക്കെ, അതിൻ്റെ റീസൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താണ് കോൾഡ് വാട്ടറിൽ ഫിഷ് നല്ല സന്തോഷത്തോടെ, ഹോട്ട് വാട്ടറിൽ ഫിഷിൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ദുഃഖമുണ്ട്. എന്താ കാരണം? കോൾഡ് വാട്ടറിൽ ടെമ്പറേച്ചർ കുറവല്ലേ. പോട്ടെ, ആദ്യം ഹോട്ട് വാട്ടറിൻ്റെ കാര്യം പറയാം. ഹോട്ട് വാട്ടറിൽ ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ടും കൂടുതലാണ്. അങ്ങനെ ഹോട്ട് വാട്ടറിൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എന്താണ്? സോളിബിലിറ്റി കുറവാണ്. എന്തിൻ്റെ സോളിബിലിറ്റി കുറവാണ്? ഗ്യാസ് പാർട്ടിക്കിൾസ് ലിക്വിഡിലേക്ക് ലയിക്കുന്ന കാര്യങ്ങൾ കുറവാണ്. അപ്പം ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഗ്യാസ് പാർട്ടിക്കിളാണ്? ഓക്സിജൻ പാർട്ടിക്കിൾസ് അല്ലെ, ആവശ്യമുള്ള കാര്യങ്ങൾ. ഓക്കെ, ദാറ്റ് മീൻസ് ഇത്തരത്തിലുള്ള ഓക്സിജൻ, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഓക്സിജനെ വാട്ടറിലേക്ക് ലയിക്കുന്നത് കുറവാണ്. അങ്ങനെ ഓക്സിജൻ വാട്ടറിലേക്ക് ലയിക്കുന്നത് കുറവാണ് ഇൻ ദി കേസ് ഓഫ് ഹോട്ട് ടെമ്പറേച്ചർ. അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ഫിഷുകൾക്ക് അധികം ശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഫിഷുകൾ സങ്കടത്തിലാണ്. ഓക്കെ, ഇനി കോൾഡ് ടെമ്പറേച്ചർ ആണെങ്കിലോ ടെമ്പറേച്ചർ കുറഞ്ഞു, സോ സോളിബിലിറ്റി കൂടി, അങ്ങനെ നല്ല രീതിയിൽ ഓക്സിജൻ പാർട്ടിക്കിൾസൊക്കെ വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫിഷുകളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് കോൾഡ് ടെമ്പറേച്ചർ എന്ന കാര്യം മനസ്സിലാക്കുക. അല്ലാണ്ട് ഹോട്ട് ടെമ്പറേച്ചറിൽ ഫിഷിന് പൊള്ളുന്നത് കൊണ്ടല്ല സങ്കടത്തിൽ. ഹോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോട്ടല്ല, ചെറിയ വോം ഹോട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവിടുന്ന് നമുക്കൊരു കംപ്ലീറ്റ് ഫൈനലൈസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതിൻ്റെ റീസൺ ഞാൻ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷനാണ്. ഓക്കെ, ഗ്യാസ് ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്നതിന് ആകെ ടെമ്പറേച്ചർ മാത്രമല്ല ഒരു ഫാക്ടർ, അതിന് ഇനിയും എന്തുണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ഫാക്ടറാണ് പ്രഷർ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഹെൻറീസ് ലോ എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ ഹെൻറീസ് ലോ എന്താണ് പറയുന്നത്? ഒരു ഗ്യാസ് പാർട്ടിക്കിളിലേക്ക് അല്ലെങ്കിൽ ഗ്യാസ് പാർട്ടിക്കിളിലേക്ക് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്യുക. ഏറ്റവും കൂടുതൽ പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാസ് പാർട്ടിക്കിൾ സ്വാഭാവികമായിട്ടും എന്തിലേക്ക് ലയിക്കും? ലിക്വിഡിലേക്ക് ലയിക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കൺസെപ്റ്റിൽ നമ്മൾ കുറേ പ്രാവശ്യം കണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം ഒരു സോഡ ബോട്ടിൽ നമ്മൾ മൂടിയിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഗ്യാസ് പാർട്ടിക്കിൾസൊക്കെ സോഡയിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വാട്ടറിലേക്ക് നല്ല രീതിയിൽ ലയിക്കും. ആ മൂടി തുറന്നതിന് പ്രഷർ കുറഞ്ഞതിന്
അവിടെയുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ്, ലയിച്ച ഗ്യാസ് പാർട്ടിക്കിൾസ് എല്ലാം പുറത്തോട്ടേക്ക് വരും, നേരെ സോളിബിലിറ്റി കുറയുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണ് നടക്കുന്നത്. സോ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ വാട്ടർ അല്ലെങ്കിൽ ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് അബവ് ദ ലിക്വിഡ്. ഓക്കെ, നമ്മുടെ ലിക്വിഡിൻ്റെ മുകളിൽ എത്രത്തോളം പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടോ അത്രയും നല്ല രീതിയിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് വാട്ടറിലേക്ക് സോളിബിൾ ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് പി ഓഫ് ഗ്യാസ് ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോളിബിലിറ്റി. ഏത് രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കണം. സോളിബിലിറ്റി മോൾ ഫ്രാക്ഷൻ്റെ രീതിയിലാണ്. ഓക്കെ, ഇതെന്തിൻ്റെ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. ഇപ്പോൾ സൊല്യൂട്ട് ആരാണ്? നമ്മുടെ ഗ്യാസ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് എന്നും പറയാം, അതാണ് ബെറ്റർ. സോ സൊല്യൂട്ട് തന്നെയാണ് മോൾ പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, സോ ഇതിനത് ഒരു ഈ പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഈസിക്കൽ ടു കെ ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ഗ്യാസ് എന്ന രീതിയിൽ എഴുതുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫാക്ടറാണ്. ഓക്കെ, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സിൻ്റെ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? നേച്ചർ ഓഫ് ഗ്യാസ് ആണ്. സ്വാഭാവികമായിട്ടും നേച്ചർ ഓഫ് ഗ്യാസ്. ഓക്കെ, നമ്മുടെ ഗ്യാസസ് നമ്മളെപ്പോഴും പണ്ട് മുതലേ കേൾക്കുന്ന സംഭവമാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം പോളാറും നല്ല രീതിയിൽ ഡിസോൾവ് ആവും, നോൺ പോളാറും നല്ല രീതിയിൽ ഡിസോൾവ് ആവും. എന്നാൽ പോളാറും നോൺ പോളാറും അത്ര രീതിയിൽ ഡിസോൾവ് ആവില്ല. അത് തന്നെയാണ്, ഒരേ ടൈപ്പ് ആൾക്കാരനെ നല്ല രീതിയിൽ ഡിസോൾവ് ആവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സോൾവെൻറ്റ്, നമ്മൾ അധികം എടുക്കുന്ന സോൾവെൻറ്റ് വാട്ടർ തന്നെയാണ്. എല്ലാ കേസും അധികം ക്വസ്റ്റ്യൻസിന് വാട്ടർ തന്നെയാണ്. ഇവൻ ജെ അഡ്വാൻസിൽ പോലും വാട്ടറിനെ പറ്റിയിട്ട് ഞാൻ അധികം പറയൽ. വേറെ എന്തെങ്കിലും സോൾവെൻ്റ് ഇല്ല, അധികം വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ആയതുകൊണ്ട് സോൾവെൻറ്റ് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സോൾവെൻറ്റ് അധിക സാഹചര്യങ്ങളിലും എന്താണ്? പോളാറാണ്. അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഗ്യാസ് പാർട്ടിക്കിൾസ് പോളാർ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് എന്ന് പറയാൻ പറ്റും. കുറച്ചുകൂടി നല്ല രീതിയിൽ സോലിബിളായി പറ്റും എന്ന് പറയാൻ പറ്റും. സോ HCl പോളാറാണ്, SO2 പോളാറാണ്. അപ്പോൾ ഇവരൊക്കെ നല്ല രീതിയിൽ സോലിബിളാവും വാട്ടറിൽ. പക്ഷേ Cl2 നോൺ പോളാറാണ്, Br2 നോൺ പോളാറാണ്. അപ്പോൾ ഇവർ അത്ര രീതിയിൽ നല്ല രീതിയിൽ സോളിബിൾ ആവില്ല എന്നുള്ള കാര്യം. സോ ഇൻ വാട്ടർ ഗ്യാസസ് വിച്ച് ആർ പോളർ ഇൻ നേച്ചർ ഹാവ് മോർ സോളിബിലിറ്റി ആസ് കമ്പയർ ടു നോൺ പോളാർ ഗ്യാസസ്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ എന്നാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബ്രീത്ത് അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ്. അതിൻ്റെ കാര്യം എന്താ? നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് കുറയും? പ്രഷർ കുറയും. അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പ്രഷർ എപ്പോൾ നമ്മൾ പറയുന്നില്ല, ഓരോ 10 മീറ്റർ പോകുന്ന സമയത്തും എത്രയോ പ്രഷർ കുറയുന്നുണ്ട്, 10 ATM അങ്ങനെ എന്തോ കുറയുന്നുണ്ട്. സോഷ്യൽ അങ്ങനത്തെ പഠിച്ചതാണ്. ഓക്കെ, ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പ്രഷർ കുറയുന്നുണ്ട്. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് കുറയും. അപ്പോൾ ഏത് ഗ്യാസ് ഏത് ലിക്വിഡിനെ പറ്റി സംസാരിക്കുന്ന ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് വേണം? ശ്വസിക്കാൻ ഓക്സിജൻ വേണം. ഓക്കെ, അപ്പം മുകളിലോട്ടേക്ക് പോകുന്ന സമയത്ത്, മുകളിലോട്ടേക്ക് ആകാശത്തേക്ക് അല്ല, എന്തെങ്കിലും മൗണ്ടൻ ഹിൽസിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് പറയുന്നത്? പ്രഷർ കുറയുന്നുണ്ട്. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ? സോലിബിലിറ്റി ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഇൻ ദ ലിക്വിഡ് കുറയും അല്ലേ? ദാറ്റ് മീൻസ് ഓക്സിജൻ പാർട്ടിക്കിൾസ് നമ്മുടെ ബ്ലഡിൽ ലയിക്കുന്നത് കുറയും. അപ്പോൾ മുകളിലോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് ബ്രീത്തിങ് പ്രോബ്ലംസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത സ്കൂബ ഡൈവേഴ്സ് കം അപ്പ് സ്ലോലി. സ്കൂബ ഡൈവേഴ്സ് എന്തുകൊണ്ട് മെല്ലെ പോകുന്നത്? സ്കൂബ ഡൈവേഴ്സിൻ്റെ ഈ പറഞ്ഞ ഓക്സിജൻ ടാങ്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നൈട്രജൻ ഫീൽഡാണ്. അപ്പോൾ താഴോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, താഴോട്ടേക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നൈട്രജൻ ഗ്യാസൊക്കെ അവരുടെ രക്തത്തിനുള്ളിലേക്ക് അധികം നല്ല രീതിയിൽ എന്താവും? സോലിബിളാവും. ഓക്കെ, അപ്പോൾ അവർ പെട്ടെന്ന് തിരിച്ച് മുകളിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പെട്ടെന്ന് തിരിച്ച് മുകളിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഷർ പെട്ടെന്ന് കുറയും അല്ലേ? പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓൾറെഡി ഡിസോൾവ് ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസ് പുറത്തോട്ടേക്ക് വരും. കാരണം അവിടെ സോലിബിലിറ്റി കുറയും പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പെട്ടെന്ന് എന്താണ് സോലിബിലിറ്റി കുറഞ്ഞ് അങ്ങനെ ഈ പറഞ്ഞ ബബിൾസൊക്കെ പെട്ടെന്ന് ഈ കൈയിൻ്റെ വെയിൻസിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി വരും. അങ്ങനെ ബബിൾസ് കുടുങ്ങി വന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രീം പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതിന് നമ്മൾ വിളിക്കുന്നത് ബെൻസ് എന്ന്. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മെല്ലെ സ്കൂബ ഡൈവേഴ്സ് മെല്ലെ വരുന്നത്. അപ്പോൾ മെല്ലെ വരുമ്പോൾ ആ പ്രഷർ ഡിഫറൻസ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് അറിയില്ല. സോ ആ സോലിബിലിറ്റി പെട്ടെന്ന് ചേഞ്ച് നമുക്ക് അത്ര രീതിയിൽ എഫക്റ്റ് ആവില്ല. അല്ലെങ്കിൽ നമുക്കൊരു ആൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ നമുക്ക് നൈട്രജൻ ഗ്യാസിൻ്റെ അപ്പുറം എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം, ഹീലിയം കൂടി, അല്ലെങ്കിൽ ഇനോട്ട് ഗ്യാസ് ആയിട്ടുള്ള ഹീലിയം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും രീതിയിൽ ഡിസോൾവ് ആവില്ല നൈട്രജൻ നമ്മുടെ ബോഡിയിലെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെ ഉള്ളിൽ. എന്തുകൊണ്ട് നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിയിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ നൈട്രജൻ? മേ ബി എന്തെങ്കിലും ഉണ്ടാവും, അതെനിക്ക് അറിഞ്ഞുകൂടാ. ആ നൈട്രജൻ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതിനെന്തെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും അത് താഴോട്ടേക്ക് കൊണ്ടുപോകുന്നത്. മേ ബി സിലിണ്ടർ ഗ്യാസിൻ്റെ എന്തെങ്കിലും ആവശ്യം. ഇനി ഹെൻറി കോൺസ്റ്റൻറ്റിനെ പറ്റി ഒരു ചെറിയ കഥ കൂടി പറയാനാണ്. ഹെൻറി കോൺസ്റ്റൻറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പി ഓഫ് ഗ്യാസ് ആൻഡ് ദി എക്സ് എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് എന്നാണ് പറയുന്നത്. അത് ശരി തന്നെയാണ് അല്ലേ? എന്ത് പ്രഷർ ആയാലും ഹെൻറി കോൺസ്റ്റൻറ്റ് പി ഇസ് ഈക്വൽ ടു ഗ്യാസ് ഇസ് ഈക്വൽ ടു എന്താണ് KH ഇൻറ്റു എക്സ് ഗ്യാസ്. അപ്പോൾ ഇത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അത് പി ഗ്യാസിലോ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അതെന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ല, മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് അല്ല, നേച്ചർ ഓഫ് ദി ഗ്യാസിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കാം. സോ നേച്ചർ ഓഫ് ദി ഗ്യാസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചറും KH തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം എന്താണ് നേച്ചർ ഓഫ് ഗ്യാസിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ തൽക്കാലം വിചാരിക്കുക നമ്മുടെ പ്രഷർ
ഓക്കെ, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏത് പ്രഷർ ഓഫ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആയിരിച്ചോ, പ്രഷർ ഓഫ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇയാൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും, ഹെൻറി കോൺസ്റ്റൻറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ്. ദാറ്റ് ഈസ് ഹെൻറി കോൺസ്റ്റൻറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോളിബിലിറ്റി എന്ന് പറയാൻ പറ്റും. സോളിബിലിറ്റി ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആണല്ലോ. അപ്പോൾ ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഗ്യാസസ് കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള ഗ്യാസസ് ആണ് നല്ല രീതിയിൽ വാട്ടറിലേക്ക് ലയിക്കുക എന്ന് വെച്ചാൽ സോളിബിൾ. കാരണം കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ലയിക്കാൻ പറ്റും. അതൊരു ഒബ്വിയസ് ആണല്ലോ. നല്ല രീതിയിൽ ലയിക്കണമെങ്കിൽ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേണം. നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ ഒരു എക്സ്ട്രാ അതിനൊരു ഫാക്ടർ എന്ന രീതിയിൽ വിളിക്കുന്നുണ്ട്. അതിന് എ എന്ന് പറഞ്ഞ ഫാക്ടറാണ് വിളിക്കുക. അതിന് നമ്മൾ വിളിക്കും വാൻ ഡെർ വാൽ കോൺസ്റ്റൻറ്റ്. സോ ഏറ്റവും കൂടുതൽ വാൻ ഡെർ വാൽ കോൺസ്റ്റൻറ്റ് ഉള്ള ആൾക്കാർ നല്ല രീതിയിൽ സോളിബിൾ ആണ്. അങ്ങനെ നല്ല രീതിയിൽ സോളിബിൾ ആണെങ്കിൽ സോളിബിലിറ്റി കൂടി അല്ലേ, സോളിബിലിറ്റി കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ കെ എച്ച് എന്തായിരിക്കും, കെ എച്ച് വാല്യൂ കുറവായിരിക്കും. ഓക്കെ, സോ മോർ വാൻ ഡെർ വാൽ കോൺസ്റ്റൻറ്റ് ലെസ്സർ, മോർ വാൻ ഡെർ വാൽ കോൺസ്റ്റൻറ്റ് മോർ ഫോഴ്സ് ഓഫ് സ്ട്രെങ്ത് അല്ലെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മോർ സോളിബിലിറ്റി ലെസ് കെ എച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ഫൈൻ. ദാറ്റ് മീൻസ് ഇവിടെ സ്വാഭാവികമായിട്ടും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പോളർ മോളിക്യൂൾസിനാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒബ്വിയസ്ലി ഊഹിച്ചെടുക്കാവുന്നതാണുള്ളൂ. പിന്നെ ഈ പറഞ്ഞ എ ഫാക്ടർ അല്ലെ, വാൻ ഡെർ വാൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് പോളർ മോളിക്യൂൾസിനാണ് കൂടുതൽ ഉണ്ടാവുക. ഇനിയിപ്പം നോൺ പോളർ മോളിക്യൂൾസിൻ്റെ കേസിൽ എങ്ങനെ ആർക്കാണ് കൂടുതൽ വാൻ ഡെർ വാൽ ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ കൂടുതൽ മാസ് ഉള്ളത് അയാൾക്കായിരിക്കും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക, അയാൾക്കായിരിക്കും കൂടുതൽ വാൻ ഡെർ വാൽ ഫാക്ടർ ഉണ്ടാവുക. അപ്പം അയാൾക്കായിരിക്കും കൂടുതൽ സോളിബിലിറ്റി ഉണ്ടാവുക, അയാൾക്കായിരിക്കും ഏറ്റവും കുറവ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ഉണ്ടാവുക. ഓക്കെ, എല്ലാം കിട്ടിയല്ല, കറക്റ്റ് ഒരു ഓർഡറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് SO2ടെയും H2ടെയും കമ്പയർ KH. ഓക്കെ, ഇയാളാരാണ്, പോളാറാണ്, ഇയാളാരാണ് നോൺ പോളാറാണ്. അപ്പോൾ ഇയാൾക്ക് എന്തെന്നാ സോളിബിലിറ്റി കൂടുതലാണ്, ഇയാൾക്ക് എന്തെന്നാ സോളിബിലിറ്റി കുറവാണ്. ഇയാൾക്ക് സോളിബിലിറ്റി കൂടുതലായതുകൊണ്ട് ഇയാളുടെ KH വാല്യൂ കുറവാണ്, ഇയാളുടെ KH വാല്യൂ കൂടുതലാണ്. ഡൺ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇനി ഈ ഒരു ഗ്രാഫ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പി ഗ്യാസ് ഡയറക്റ്റ് എന്താണ് KH ഇൻറ്റു എക്സ് ഓഫ് ഗ്യാസ്. ഇതെന്താ ഒരു വൈ ആക്സസ് അല്ല, x0 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ KH ആണ്. പിന്നെ കൂടുതൽ സ്ലോപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ KH ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ നിന്ന് തന്നെ ഒബ്വിയസ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ KH ഉള്ള കുറവ് സോളിബിലിറ്റി എന്നുള്ള കാര്യം അവിടെ നിന്ന് ക്ലിക്ക് ആവണം. ഓക്കെ, ഇനി വേറെ ടൈപ്പ് ഗ്രാഫ് മേ ബി ചോദിക്കാം, നമ്മളോട് ചോദിക്കും സോൾവെൻറ്റിൻ്റെ ഇത്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, KH ഇൻറ്റു കൈ ഗ്യാസ് ആണ്. ഇപ്പോൾ കൈ ഗ്യാസിനെ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റും. കൈ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദി ലിക്വിഡ് ഫേസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ 1 - x സോൾവെൻ എന്ന രീതിയിൽ എഴുതാം അല്ലേ. സോ KH - KH x സോൾവെൻറ്റ് എന്ന രീതിയിൽ എഴുതാമല്ലോ. അതാണ് ഈ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. നെഗറ്റീവ്, ഇത് സ്ലോപ്പ് ഒക്കെ നെഗറ്റീവ് ആണ്. ഓക്കെ, എക്സ് സോൾവെൻറ്റ് പി ഗ്യാസ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് എന്താണ്, ലിമിറ്റേഷൻസ് പറഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം ലോ പ്രഷറിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഇത് ഹെൻറീസ് ലോ. പിന്നെ ഹൈ ടെമ്പറേച്ചറിലും കൂടി ഡിഫൈൻഡ് ആണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ഗ്യാസസ് വിച്ച് റിയാക്ട് വിത്ത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഗ്യാസസിന് ഈ പറഞ്ഞ ലോ അപ്ലിക്കബിൾ അല്ല. HCl ഇപ്പം വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസോസിയേറ്റ് H+Cl- ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം, അതാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ആക്ച്വലി 3 പാർട്സ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഫസ്റ്റത്തെ പാർട്ട്, അതാണ് ഫസ്റ്റ് ലോ എന്തൊക്കെയാണ് വർക്ക് ഡണ്ണും അതിൻ്റെ ഹീറ്റും കാര്യങ്ങളൊക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ വർക്ക് ഡണ്ണിനെ പറ്റി കാൽക്കുലേഷൻ, അതാണ് ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ തെർമോഡൈനാമിക്സ് 2 എന്ന് പറഞ്ഞാൽ തെർമോ കെമിസ്ട്രി ആണ്. ഓക്കെ, തെർമോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹീറ്റ് ഓഫ് റിയാക്ഷൻ, അതിൻ്റെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ. പിന്നെ തെർമോഡൈനാമിക്സ് 3 ആണ്, അത് സെക്കൻഡ് ലോ സ്പോണ്ടേനിറ്റിനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പാർട്ടിൽ എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം അറിയാം, ഒരു ചൂട് ഉള്ള ബോഡിയിൽ നിന്ന് ചൂട് കുറഞ്ഞ ബോഡിയിലേക്കാണ് ഹീറ്റ് സ്വാഭാവികമായിട്ടും ഫ്ലോ ചെയ്യുക. ഓക്കെ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എത്ര ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും നമ്മൾ സോൾവ് ചെയ്യും. അല്ല, അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ അവിടുന്ന് പഠിക്കും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഒരു ചൂടുള്ള ബോഡിയിൽ നിന്ന് ചൂട് കുറഞ്ഞ ബോഡിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്, ഹീറ്റ് ട്രാവൽ ചെയ്യുന്നത്, അതിൻ്റെ റീസൺ നമ്മൾ സെക്കൻഡ് ലോയിലേക്ക് പഠിക്കും. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സാർ ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സാർ നോട്ടിൽ എഴുതിയിട്ട്, പക്ഷേ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും, എന്ത് ഓട്ടോമാറ്റിക്കായിട്ടും അല്ലെങ്കിൽ എന്ത് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് അലൗ ചെയ്യണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ യൂണിവേഴ്സ് എന്ത് അടിസ്ഥാനത്തിലാണ് അലൗ ചെയ്യുന്നത്? യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ്, അത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് പരിപാടി ആയിക്കോട്ടെ, എന്ത് റിയാക്ഷൻ ആയിക്കോട്ടെ, എന്ത് പരിപാടി, എന്ത് പ്രോസസ്സ് ആയിക്കോട്ടെ,
അവിടെ എൻട്രോപ്പി കൂടുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അലൗ ചെയ്യും. ആ ഒരു എൻട്രോപ്പി കൂടുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് യൂണിവേഴ്സ് അലൗ ചെയ്യും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ആ പറഞ്ഞ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇതും തമ്മിൽ എന്താ ബന്ധം അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഹീറ്റ് കൂടിയ സാധനത്തിൻ്റെ ഉള്ളിൽ എന്ത് കൂടുതലായിരിക്കും? എൻട്രോപ്പി കൂടുതലായിരിക്കും. ആണല്ലോ അല്ലയോ? ആണ്. ഹീറ്റ് കുറഞ്ഞിട്ടുള്ള ആ ഒരു സറൗണ്ടിങ്സ്, ഓക്കെ, നമ്മൾ തൽക്കാലം വിചാരിക്കും ഒരു ചായ, ഓക്കെ, ആ ചായയിൽ എന്താണ് ഹീറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കുമ്പോൾ ആ ചായയിലുള്ള ചൂട് കുറയുമല്ലോ സ്വാഭാവികമായിട്ടും. ആ ചായയിലുള്ള ചൂട് എന്താണ് എവിടത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ചായൻ്റെ ഉള്ളിലുള്ള ചൂട് പുറത്തോട്ടേക്ക് ട്രാൻസ്ഫർ ആയി. ഓക്കെ, ഞാൻ പറഞ്ഞു ഹീറ്റിലുള്ള സാധനങ്ങൾക്ക് കൂടുതൽ എൻട്രോപ്പി കൂടുതലാണ്. അത് അതിൻ്റെ അർത്ഥം എന്താ? ചായയിലുള്ള എൻട്രോപ്പി സറൗണ്ടിങ്സിലേക്ക് കൊടുത്ത് എന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ നമ്മൾ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി കൂടുന്നുണ്ടോ ഇല്ലയോ? യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി കൂടിയാൽ മാത്രമേ, അങ്ങനെ കൂടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ യൂണിവേഴ്സ് ഓട്ടോമാറ്റിക്കായി അലൗ ചെയ്യുള്ളൂ. അത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇത് യൂണിവേഴ്സ് അലൗ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കുക? അല്ലെങ്കിൽ ഇവിടെ എന്താണ് എൻട്രോപ്പി കൂടുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ കുറയുന്നല്ല, ഒരു വ്യത്യാസം ഇല്ല നമ്മൾ വിചാരിക്കും അല്ലേ? കാരണം വെച്ചാൽ ചായയിലുള്ള എൻട്രോപ്പി അത് യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അത് പുറത്തോട്ടേക്ക് വന്ന ഇവിടെ സറൗണ്ടിങ്സിൽ എൻട്രോപ്പി, ഓക്കെ, അത് എന്താണ് സറൗണ്ടിങ്സ് ഉള്ള എൻട്രോപ്പി അത് യൂണിവേഴ്സിറ്റി ഭാഗം തന്നെയാണ്. അപ്പം ചായയുടെ എൻട്രോപ്പി സറൗണ്ടിങ്സിലേക്ക് പോയി, അത്രയും വ്യത്യാസമുള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എൻട്രോപ്പിക്ക് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഉണ്ട്. എന്താണ് വ്യത്യാസം? ചായയിലുള്ള എൻട്രോപ്പി ചേഞ്ച് അത് കുറവാണ്, അല്ലെ? ചായയിലുള്ള എൻട്രോപ്പീൻ്റെ ഡിക്രിമെൻറ്റ് അത് കുറവാണ്. അത് മാത്രമല്ല സറൗണ്ടിങ്സിലുള്ള എൻട്രോപ്പിയുടെ ഹൈക്ക് അത് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? എൻട്രോപ്പി ചേഞ്ച് യൂണിവേഴ്സിലുണ്ട്. സോ ഫസ്റ്റ് ലോ അല്ല സെക്കൻഡ് ലോനെ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുന്നതെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ചായയിലുള്ള എൻട്രോപ്പി ചേഞ്ച് വളരെ ചെറുതാന്ന് പറയുന്നത്? നിങ്ങൾ വിചാരിച്ചോ, ഒരു ക്ലാസ് റൂമിൽ ഫുള്ള് അടിപൊളി ഉണ്ടാക്കുന്ന പിള്ളേരുണ്ട് വിചാരിച്ചോ. അപ്പോൾ ഫുൾ അടിയോ അടി, ഓക്കെ, അതിൻ്റെ അകത്ത് ആ അടിയുള്ള പിള്ളേർ, ഞാൻ ഇനിയിപ്പോൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ പിള്ളേരെ ഞാൻ ഹീറ്റായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ക്ലാസ് റൂമിൽ നമ്മളിപ്പം ചായ ആയിട്ട് എടുക്കുക. ഓക്കെ, ക്ലാസ് റൂമിന് അടിപൊളി ഉണ്ടാക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു അടിപൊളി ഉണ്ടാക്കുന്ന പിള്ളേരിൽ നിന്ന്, പിന്നെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി ഉണ്ടാക്കുന്ന ആ ഒരു ഡിസോർഡർനെസ് ആണ് എൻട്രോപ്പി. അപ്പോൾ ആ പിള്ളേരിൽ നിന്ന് 2 പിള്ളേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ എൻട്രോപ്പി ചേഞ്ചിന് വലിയ വ്യത്യാസം ഉണ്ടാവും. എന്നാലും അടിപൊളി ഉണ്ടാവില്ല. വലിയ അടിപൊളി ഉണ്ടെങ്കിൽ 2 പിള്ളേരെ ജസ്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ അടിപൊളിക്ക് വലിയ കുറവുകൾ നമുക്ക് തോന്നും. വലിയ എൻട്രോപ്പി ചേഞ്ച് ഇല്ല, വലിയ അടിപൊളി കുറവ് ഉണ്ടാവില്ല. അതേപോലെ വലിയ ഹീറ്റ് ചേഞ്ച് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. വലിയ ഹീറ്റ് ചേഞ്ച് അല്ല, വലിയ എൻട്രോപ്പി ചേഞ്ച് ഇല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നോക്കുക. ഓക്കെ, ശരി, ഇനി അടുത്ത കേസ് നോക്കുക. ഒരു കംപ്ലീറ്റ് എന്താണ് വളരെ കാമായിട്ടുള്ള ഒരു ക്ലാസ് റൂം. ആ കാമായിട്ടുള്ള ക്ലാസ് റൂമിൽ നേരത്തെ ഞാൻ എടുത്ത 2 പിള്ളേരുണ്ടല്ലോ, അടിപൊളി ഉണ്ടാക്കുന്ന പിള്ളേർ, ആ അടിപൊളി ഉണ്ടാക്കുന്ന പിള്ളേർ ഞാൻ ഈ ക്ലാസ് റൂമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അന്നേരം വലിയൊരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും, വലിയൊരു എൻട്രോപ്പി ഇൻക്രീസ് ഉണ്ടാവും. പെട്ടെന്ന് വലിയൊരു പ്രശ്നം ഉണ്ടാവും. ആ പറഞ്ഞ മുറിയിൽ വലിയൊരു അടിപൊളി പോലത്തെ ഫീൽ ആവും, അല്ലെ? അത്രയും കാമായിട്ട് റൂമിൽ അടിപൊളിയാവും. ഇത് തന്നെയാണ് ചായൻ്റെ കേസിൽ നടക്കുന്നത്. ഹീറ്റുള്ള സ്ഥലത്ത് വലിയ എൻട്രോപ്പി കൂടുതലാണ്. അപ്പോൾ എൻട്രോപ്പി വളരെ കൂടുതലായ സ്ഥലത്ത് എൻട്രോപ്പി ചേഞ്ച് വളരെ കുറവായിരിക്കും. കാരണം ആ ഹീറ്റ് അവിടെ നിന്ന് പോകുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എൻട്രോപ്പി കുറഞ്ഞ ശാന്തമായ സ്ഥലമായിട്ടുള്ള സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് വരുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് ഒരു വലിയ എൻട്രോപ്പി ഹൈക്ക് ഉണ്ടാവും. അപ്പോൾ എൻട്രോപ്പി എന്താണ് അവിടെ എൻട്രോപ്പി ചേഞ്ചിന് വ്യത്യാസം ഉണ്ട്, അല്ലേ? സറൗണ്ടിങ്സിൽ. അപ്പം അങ്ങനെ എൻട്രോപ്പി കൂടുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ എൻട്രോപ്പി കൂടുന്നുണ്ട്. സോ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പോൾ അതാണ് നമ്മൾ ഇനി ആ ഡീറ്റെയിലായിട്ട് പഠിക്കും. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു ബേസിസ്.